അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ഇർഷാദ് കർണാടക കഴിഞ്ഞിട്ട് ഗോവയിലേക്ക് പ്രവേശിച്ച വിവരം നിങ്ങൾ അറിയുമല്ലോ. ഗോവയിലൂടെ നടക്കുന്ന സമയത്ത് കൂടുതൽ ഭാഗവും കാടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. കാട് എന്ന് മാത്രമല്ല, വന്യജീവികൾ ഇറങ്ങുന്ന, പുലി ഇറങ്ങുന്നൊക്കെ സ്ഥലങ്ങളുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അന്ന് ഷിയാബിൻ്റെ പേരെ യാത്ര ചെയ്തവർ ഒരുപാട് ജനങ്ങളുടെ സമയത്ത് ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് പോയിരുന്നു. പക്ഷേങ്കിൽ നമ്മുടെ ഇർഷാദ് അത്തരത്തിലുള്ള ആൾക്കാരുടെ സെറ്റപ്പ് ഒന്നും ആഗ്രഹിക്കുന്നില്ല, ഒറ്റയ്ക്ക് നടക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നടക്കുന്ന സമയത്ത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് തന്നെ ഗോവയിലുള്ള പോലീസുകാർ വന്നു അവിടെ ഇർഷാദിനോട് പറഞ്ഞു ഒറ്റയ്ക്ക് നടക്കാൻ ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇർഷാദിനെ ടൗണിലേക്ക് എത്തിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇപ്പോൾ ഇർഷാദ് ഗോവയിലെ ഒരു ടൗണിലാണ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് നാളെ നടത്തി തുടങ്ങും. ഒരു 2-3 ദിവസം കൂടി ഗോവയിൽ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മഹാരാഷ്ട്ര ബോംബെ റൂട്ടിലേക്ക് അദ്ദേഹം പോകുന്നതായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇർഷാദിൻ്റെ ആ ചെറിയൊരു ആഗ്രഹം അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും അദ്ദേഹത്തെയും നമ്മെയും അള്ളാഹു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നിങ്ങളും ആമീൻ പറയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.